അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പം വിലങ്ങാടാണ് നമുക്ക് കുറച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരവസ്ഥയുള്ളത്. ഇവിടെ 32 ഫാമിലിയെ നമുക്ക് മാറ്റി പാർപ്പിക്കണം എന്നുള്ള മനസ്സിലായിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കുന്നതിനായി പാരിഷ് ഹാളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങൾ ആരും തന്നെ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ തുടരരുതെന്നും അടിയന്തരമായി ക്യാമ്പിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് ചേർന്ന അടിയന്തര യോഗത്തിൽ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. സർക്കിൾ ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത്, ബ്ലോക്ക് ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രകൃതിക്ഷോഭം മുൻകരുതലുകൾ എടുത്തതായി വടകര RDO പ്രസീൽ KK അറിയിച്ചിട്ടുണ്ട്. താലൂക്ക് തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ, പോലീസ്, പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്ത് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. താലൂക്കിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും അതീവ ജാഗ്രതയിലാണ്. അത്യാഹിതങ്ങൾ നേരിടാൻ ക്യാമ്പുകൾ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. വടകര, കൊയിലാണ്ടി തുടങ്ങിയ തീരദേശ മേഖലകളിൽ നിലവിൽ വൻതോതിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും RDO കൂട്ടിച്ചേർത്തു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ശക്തമായ മഴയെ തുടർന്ന് നമ്മുടെ കിഴക്കൻ മലയോര മേഖലകളിലെ വില്ലേജുകളിൽ, ഞാൻ പറയുന്നത് വടകര താലൂക്ക്, കൊയിലാണ്ടി താലൂക്കിന്റെയും സ്ഥിതിയാണ്. രണ്ട് താലൂക്കിന്റെയും മലയോര മേഖലകളിലെ വില്ലേജുകളിൽ നദികളിൽ ശക്തമായ നീരൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പം വിലങ്ങാടാണ് നമുക്ക് കുറച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരവസ്ഥയുള്ളത്. അവിടെ 32 ഫാമിലിയെ നമുക്ക് മാറ്റി പാർപ്പിക്കണം എന്നുള്ള മനസ്സിലായിട്ടുണ്ട്. അതിൽ 10ഓളം ഫാമിലീസ് അവരുടെ ബന്ധു വീടുകളിലേക്കാണ് മാറാൻ തയ്യാറായിട്ടുള്ളത്. അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ആളുകൾ നമ്മൾ വിലങ്ങാടിലെ പാരിഷ് ഹാളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നു. ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഫാമിലി വരാനുണ്ട്. പിന്നീട് ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കുമ്പളച്ചോല LP സ്കൂളാണ്. അവിടെയും 9ഓളം ഫാമിലികളാണ് മാറ്റേണ്ടത്. പൂർണ്ണ ആൾക്കാരും ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല. അവര് വീടുകളിലെ സാധനങ്ങളൊക്കെ ഒതുക്കാനും അവരെ കന്നുകാലികൾ അതൊക്കെ ഒന്ന് ഒതുക്കാനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞ ഉടനെ അവരെ അങ്ങോട്ടേക്ക് മാറും. മറ്റെവിടെയും നമുക്ക് ഒരു ഒരു അപകടകരമായ സാധ്യത നിലനിൽക്കുന്നില്ല. ഈ മഴ ഇത്ര ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിലും ഇനി ഈ മഴ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിലും നമ്മുടെ വില്ലേജർമാരൊക്കെ സ്ഥലത്ത് തന്നെ, സൈറ്റിൽ തന്നെ, വില്ലേജുകൾക്ക് ശേഷം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുന്നതാണ്. നാശനഷ്ടങ്ങള് ആൾനാശം എവിടെയും സംഭവിച്ചിട്ടില്ല. പാലേരി, കൊയിലാണ്ടി താലൂക്കിൽ പാലേരി വില്ലയിൽ ഒരു വീടിന്റെ മുകളിൽ മണ്ണ് വീണിട്ട് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അവിടെയും വീടിന് ചെറിയ കേടുപാടുകളുണ്ട്.